ഇറങ്ങിയിട്ട് നല്ല ജെനുവൻ ഓണസ്റ്റ് റെസ്പോൺസസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. റിവ്യൂവേഴ്സ് ആയാലും മീഡിയക്കാരായാലും എല്ലാവരും പടം കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഓണസ്റ്റ് റെസ്പോൺസ് ആണ് കൊടുത്തത്. അപ്പൊ അതിന് നല്ല സപ്പോർട്ടിന് നല്ല വലിയ നന്ദിയുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് ഓൾ ദ റെസ്പോൺസസ്. സോ big thanks from me and the team, and we are very very happy. നമസ്കാരം. മുറയുടെ നറേഷൻ ആദ്യമായിട്ട് മുസ്തഫ എന്നോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മീറ്റിന്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു. അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിലുണ്ടായിരുന്നു. മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പരസ്യചിത്രത്തിലാണ് ആദ്യം മുസ്തഫയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാകും, എവിടെ എത്തും, ഇതൊരു ജേർണിയുടെ തുടക്കം മാത്രമാണ്. രണ്ടാമത്തെ സിനിമയായുള്ളൂ. ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. സിനിമ ഇറങ്ങുന്നതിന് തലേന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക, മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയും, BGM കുറിച്ച് പറയും എന്നൊക്കെ. സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയത്. ഞാൻ മധുരയിലെ ഷൂട്ടിംഗ് ആയിരുന്നു. പക്ഷെ അതേ റിവ്യൂസാണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത്. അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റാണ്. രമാദേവി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞ എൻ്റെ തലയിലൊക്കെ തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത്. അത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരാൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മൊമെൻറ്റ്. അത് ആൾക്കാർ സ്വീകരിച്ചു. എന്നെ കൊല്ലണം, ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ AD-യുടെ ലോപ്പസിൻ്റെ അമ്മയൊക്കെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായി. ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ട്. ഒരുപാട് പേര് ചീത്ത വിളിച്ചു. അപ്പൊ അതൊക്കെ വലിയ സന്തോഷമായി. എന്ന് വെച്ചാൽ ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ തീർന്നേരെ. ഭയങ്കര നെഗറ്റീവായിട്ട് ഇടി തരണം, കൊല്ലണം, ഇവരെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാനൊക്കെ തോന്നി എന്ന് പറഞ്ഞു. വലിയ സന്തോഷം. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനെക്കാട്ടി ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെയൊക്കെ പേര് ചിലപ്പോൾ പറഞ്ഞു വരും. പക്ഷെ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇവര് ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാലല്ല, എൻ്റെ മകനെയും കൂടെ ചേർത്ത് പറയും. എൻ്റെ മകനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്ന അക്ഷയുടെ ക്യാരക്ടറുള്ള അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. തിയേറ്റർ ആക്ടറാണ്. ഫസ്റ്റ് ഫിലിമാണ്. അങ്ങനെ നോക്കുമ്പോൾ 7 പുതുമുഖങ്ങൾ. ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ്. ഇനിയും കാണാനുള്ളവർ മുഴുവൻ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ. കാരണം അപ്പോഴും ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളൂ. അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം ഞങ്ങൾ ഓർത്ത് വെക്കും. ഡയറക്ടറോടാണ് ഈ പടത്തിന്റെ സക്സസ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എഡിറ്റിങ്, BGM, ആർട്ട്, ക്യാമറ. അത് പ്രൊഡ്യൂസർ എന്നൊരു ഫ്രീഡത്തിന്റെ ധൈര്യത്തിലാണോ അങ്ങനെ, അതോ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ടേ മാക്സിമം എഫേർട്ട് ഇടണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു? മാക്സിമം എഫേർട്ട് ഇടണമെന്നുള്ളത് നമ്മളൊരു ടോട്ടൽ ടീമിന്റെ ഒരു തീരുമാനമായിരുന്നു. പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ. പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാത്തൊരു വേർഷനാണ് നമ്മൾ തിയേറ്ററിലേക്ക് വന്നതെന്ന് മാത്രം. അതാണ് നിങ്ങൾ ഓഡിയൻസ് കണ്ടത്. കാരണം കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ വണ്ടിന്റെ ടയർ പൊട്ടുന്നത് പോലും ഇതിന് ഈ ഒരു പ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു. പലതും ആ സമയത്തിന് അവിടെ എത്തൂല, അല്ലെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളത് ഞങ്ങളെ ഒന്നിച്ചുള്ള തീരുമാനമായിരുന്നു. അത് പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിന് വേണ്ടി മാസ്റ്റർ പീസിന് വേണ്ടി കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ വെബ് സീരീസ് ഉണ്ടായിരുന്നത്. അതിനകത്ത് കുറച്ച് വണ്ണം വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നല്ല വണ്ണമൊക്കെ വെച്ച് ഇരുന്നപ്പോഴാണ് പിന്നെ മുസ്തഫ എന്നോട് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകം ഒരു ശരീരം സൂക്ഷിക്കണം എന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. പെട്ടെന്നാണ് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർ റഹ്മത്ത് എന്നെ കണ്ടിട്ട് അയ്യോ ഇത് ഒരുപാട് വണ്ണമാണ്, ഇത് പറ്റൂല എന്ന് പറയുകയോ പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു മെലിയണം എന്നുള്ളതായിരുന്നു. അപ്പം അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും, ജിമ്മിൽ പോവുകയും. അവിടെ ഞങ്ങൾ അൻപോട് കൺമണിയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തായിരുന്നു. അപ്പോൾ രാവിലെ അവിടെ ജിമ്മിൽ പോവും, ഡയറ്റ് ചെയ്യും, ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച്
അങ്ങനെയൊക്കെ അത് സാലഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും, അപ്പം അതിന് മുമ്പ് കുറേ വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതായിരുന്നു ഒരു വലിയ ചലഞ്ച്. ബാക്കി എനിക്ക് അങ്ങനെ വലിയ പ്രയാസമില്ലായിരുന്നു, കാരണം സ്ക്രിപ്റ്റ് നേരത്തെ എന്നെ തന്നിരുന്നു. എപ്പോഴും ഇവർ രണ്ടുപേരും മുസ്തുവായാലും പിന്നെ കണ്ണമ്പായി ആയാലും രണ്ടുപേരും ഫോണിൽ അവൈലബിൾ ആണ്, അതിനെക്കുറിച്ച് സംശയം ചോദിക്കാനും വിളിച്ചു ചോദിക്കാനും ഒക്കെ. അപ്പം നിരന്തരമായിട്ട് ഞാനിങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയാമോ, ഈ ഡയലോഗ് ഇങ്ങനെ പറയും, ഇവരങ്ങനെ ചിന്തിക്കുമോ ഇവരിങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വർക്കിൽ എൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പാരലായിട്ട്. പിന്നെ റോണക് സേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്ത് തന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പല്ലിൻ്റെ ഒരു ചെറിയ ചേഞ്ച് വേണം, അപ്പം അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അമൽ, ശാലിനി ഇവർ രണ്ടുപേരും ഹെയർ മേക്കപ്പും നമുക്ക് സെറ്റിലുണ്ടായിരുന്നു. അപ്പം ഇവരുടെ 4 പേരുടെയും ഒരു സപ്പോർട്ട്, അതായത് കോസ്റ്റ്യൂമിൻ്റെയും മേക്കപ്പിൻ്റെയും സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട്. പക്ഷേ രമാദേവിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ക്യാരക്ടർ പോവാതെ അവസാനം വരെ ചെയ്യാൻ ഡയറക്ടറിൻ്റെയും എഴുത്തുകാരൻ്റെയും പിന്നെ കോ ആക്ടേഴ്സിൻ്റെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. ഓരോ പ്രാവശ്യം ഷോട്ടിലിട്ട് പക്ക 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 അതിങ്ങനെ പറയും, ഓക്കെ ആയിരുന്നു ചെയ്തത്. പിന്നെ മുസ്തുവായിട്ട് എനിക്ക് അങ്ങനെ ഒരു റാപ്പും ഉണ്ട്. മുസ്തു ഞാൻ ചെയ്യുന്നത് ശരിയായാൽ മുസ്തുവിനെ കണ്ടാൽ എനിക്കറിയാം, അല്ലെങ്കിൽ മുസ്തു വർക്കായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഒന്നുകൂടെ എടുക്കാമോ മുസ്തു, ഒന്നുകൂടെ നോക്കിയാലോ ഇത് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് വർക്കാണ്. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്, കാരണം എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ഒരു ടീമായിരുന്നു. അത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന മാത്രമല്ല, ഈ പിള്ളേരെ ഫ്രെയിമിൽ കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹൈ. ഭയങ്കര രസമായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ.